ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, ആ ബോട്ടിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മൾ കടലിൽ കൂടെ വേറൊരു ഐലൻഡിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തിനാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അതെ, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ബോട്ടിൽ പോകുന്നത്. ഇത് കണ്ണാടിയൊക്കെ വെച്ചേക്കുന്ന വെറും ഷോ കൊണ്ടൊന്നും മാത്രമല്ല, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണ് നന്നായിട്ട് വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൺഗ്ലാസ്സൊക്കെ വെച്ചത്. ഞങ്ങൾ ചെറിയ പേടിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്, കുട്ടികളെ പിടിച്ച് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. ബട്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയുള്ള ഐലൻഡുകളും ഈ റിസോർട്ട് പോലത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്ത്, കാരണം ബോട്ട് കിടന്ന് ഇങ്ങനെ കുലുങ്ങുന്ന കാരണം നമുക്ക് പേടിയായിരുന്നു താഴെ പോകുമെന്ന്. അത് കാരണം കുഞ്ഞുങ്ങളെ കൂടെ പിടിക്കുന്നതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് പേടിച്ചു, കാരണം കുട്ടികൾ പേടിക്കുമോ ഇല്ലയോ എന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരാൾ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ നമ്മുടെ കൂടെ ഇവിടുത്തെ ഐലൻഡിൽ 2 പേരുണ്ടായിരുന്നു, അവരുടെ കൂടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഐലൻഡിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മീതു എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ നിൽക്കാനുള്ള ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്, ഒരു പ്രൈവറ്റ് ക്ലിനിക്കുണ്ട്. അവിടെ നമ്മൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാ വർഷവും വിസ പുതുക്കുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പർപ്പസിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐലൻഡിലോട്ട് എത്തിയിരിക്കുന്നു. ഇതാണ് ഐലൻഡ്. നമ്മൾ എത്തുമ്പോഴത്തേക്കും ആ ഒരു ഫ്രണ്ട് ബോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന ഒരു ഐലൻഡ് എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു ഐലൻഡാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു റെസ്റ്റിംഗ് സ്പേസും ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയയും ഒക്കെ ഉണ്ട്. അതേ നമ്മൾ വന്ന ബോട്ട് അവിടെ ആ ചേട്ടൻ അവിടെ പാർക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിനിക്ക്. അപ്പോൾ ക്ലിനിക്കിൽ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വേഗം. അപ്പം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾക്ക് ഇനി കുട്ടികളുടെ വിസയ്ക്ക് വേണ്ടിയുള്ള മെഡിക്കലിന് പോകണം. അപ്പോൾ അത് നമുക്കിവിടെ ഹെൽത്ത് സെൻറ്ററിലോട്ടാണ് പോകേണ്ടത്. ഞങ്ങൾ ഇതേ ഹെൽത്ത് സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്ത് സെൻറ്ററിൽ പീഡിയാട്രീഷ്യൻ ഉണ്ട്. അപ്പോൾ പീഡിയാട്രീഷ്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ വിസയ്ക്ക് നമുക്കൊരുപാട് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പിള്ളേരുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നേരെ ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വഴിയൊക്കെ തപ്പി പിടിച്ച് ഒരു ഹോട്ടലിലെത്തി. ആ ഹോട്ടലിൻ്റെ ഒരു വ്യൂ ആണിത്. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ട് ഒരു സീ സൈഡിൽ നല്ല അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. അവിടുന്ന് നമ്മൾ ഇവരുടെ ഒരു മെയിൻ ഡിഷായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് കഴിച്ചത്. 2 പേര് ഉറങ്ങി, ഒരാളെ ഞാൻ സ്ട്രോളറിലെത്തി ഉറക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഫൗണ്ടെയിൻ പോലത്തെ ഒരു ഇതൊക്കെ കണ്ട് കുഴപ്പമില്ല, അതൊക്കെ അവൻ എൻജോയ് ചെയ്തിരുന്നു. കുറച്ച് നേരം കളിച്ചു എൻ്റെ കൂടെ ഇരുന്ന്. ആ സമയം കൂടി ഞങ്ങൾ ഫുഡും കഴിച്ചു. റോഷി മസൂണി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ആട്ടുകട്ടിലല്ലെങ്കിൽ ഒരു ഊഞ്ഞാലെന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ ഇരുന്ന് കുറേ നേരം കളിച്ചു. കുറേ നേരം അല്ല, ഇത്തിരി നേരം കളിച്ചു. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം സ്റ്റുഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്നാൽ ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ നേരെ ഞങ്ങൾ പോയി. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എൻ്റെ ആദ്യം ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഇട്ട ഡ്രസ്സും ഡിഫറെൻ്റ് ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയതാണ്. കാരണം നേരത്തെ ഇത് ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരുന്നു ആദ്യത്തെ വിസയ്ക്ക് ഞാൻ കൊടുത്ത ഫോട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി. അതിനുള്ള ഫോട്ടോ ഒക്കെ എടുത്തു, മക്കളുടെയും ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുന്ന് നേരെ ഞങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആദ്യം കാണിച്ച ഹട്ടിലോട്ടെത്തി, ആ റെസ്റ്റിംഗ് ഏരിയയിലോട്ടെത്തി. ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ നേരെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ടിലോട്ട് കയറി. ഞങ്ങൾ ഐലൻഡിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വേവ്സ് ഒക്കെ അടിച്ചടിച്ച് ഇങ്ങനെ പോണ വഴിയും ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ല വെയിലായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയത് ഒരു 8 ആയപ്പോൾ പോയതാണ്. തിരിച്ച് ഞങ്ങൾ വന്നത് ഉച്ചയ്ക്ക് 12 മണിയൊക്കെ കഴിഞ്ഞാണ്. ഒരു അരമണിക്കൂർ മാക്സിമം ഉള്ളൂ നമ്മുടെ ഐലൻഡിൽ നിന്ന് ഇപ്പോൾ പോയ ഐലൻഡ് വരെ. പക്ഷെ തിരിച്ചു വന്ന സമയം നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല കരിഞ്ഞിരിക്കുകയാണ്. മക്കൾ തലയെ തൊപ്പിയൊക്കെ വെച്ചിരുന്നുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പക്ഷേ പ്രത്യേകിച്ച് ഒന്നുമില്ലാണ്ട് ഇത് കരിഞ്ഞ് കണ്ണുപോലും തുറക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. ബട്ട്
എനിക്കിഷ്ടമാണ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മക്കളെയൊക്കെ പിടിച്ച് എല്ലാവരും കൂടെ തിരിച്ച് ഞങ്ങൾ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലൊഴിച്ചാൽ ബാക്കി ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പുക്കുട്ടനും വളരെ പേടിയുണ്ട്, എന്നാൽ എൻജോയ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഐലൻഡ് എത്താറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.